is rising, and I've been cold for so long. One touch and we're igniting, setting fire to it all. You know these flames ain't going out. It's built. ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷിഹാബ്. റമദാനൊക്കെ ആയതുകൊണ്ട് തന്നെ ട്രാവൽ ബ്ലോഗ് ഒന്നും ചെയ്യാൻ പറ്റാതെ റൂമിൽ ഇരുന്നപ്പോഴാണ് പുതിയൊരു കണ്ടന്റുമായി വരുന്നത്. ഒരു അൺബോക്സിംഗ് വീഡിയോ, ഒരു പുതിയ ഡ്രോണുമായിട്ട് പരിചയപ്പെടുത്തുകയാണ്. Dh800 എന്ന ഒരു കുഞ്ഞു ഡ്രോണിന്റെ ഒരു വീഡിയോ ആണ് ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ അതിന്റെ അൺബോക്സിംഗ് റിവ്യൂ നമുക്ക് ചെയ്യാം. അതിന് മുമ്പായിട്ട് ഇതിൽ മനസ്സിലാക്കാനുള്ളത്, ഇത് ഒരു വാച്ച് പോലെയാണ് നമുക്ക് ഈ ഡ്രോണ് ഇതിൽ ബോക്സിൽ നമുക്ക് കാണുന്നത്. വളരെ പാക്കിംഗ്, നല്ല വൃത്തിയായിട്ടുള്ള ഒരു പാക്കിംഗ് നമുക്ക് കാണാൻ സാധിക്കും. അതിന് മുമ്പായിട്ട് അറിയേണ്ടത് 14+ ഏജ് ആണ് ഇതിൽ ഈ ഒരു ഡ്രോൺ ഉപയോഗിക്കേണ്ട ഒരു ഏജ് ഇതിൽ കാണിക്കുന്നത്. അതിന് പുറമെ കുട്ടികളുടെ ഇടയിൽ ഒരു 3 ഇയേഴ്സിന്റെ താഴെയുള്ള കുട്ടികളുടെ ഇടയിൽ ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള ഒരു കമ്പനി ഒരു വാർണിംഗ് മെസ്സേജ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്ത് ബാക്കിയുള്ള വീഡിയോ കാണാം. ഇത് ഞാൻ ഓൾറെഡി ഒന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, കാരണം ഇതിനെ പറ്റി ഒന്ന് പഠിക്കാനും ഒക്കെ ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് ചാർജൊക്കെ ചെയ്തിട്ടാണ് ഞാൻ ഇപ്പോൾ ഒന്ന് നിങ്ങൾക്ക് അൺബോക്സിങ് ചെയ്ത് കാണിക്കുന്നത്. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനത്തെ ഒരു കോട്ടിംഗ് ഒക്കെ ഇതിലുണ്ടാവും. നല്ല പാക്കിംഗ് ആണ് വരുന്നത്. കാണുമ്പോൾ തന്നെ നല്ലൊരു അട്രാക്ഷൻ ഉള്ള ഒരു പാക്കിംഗ് ആണ് വരുന്നത്. അത് ഒഴിവാക്കിയ ശേഷം കാണുന്നത് നമുക്കൊരു മാനുവൽ ബുക്ക് കാണും. ഇതിനെപ്പറ്റി കംപ്ലീറ്റ് പഠിക്കാൻ പറ്റുന്ന ഒരു ബുക്കാണിത്. ഇതിൻ്റെ ടേക്ക് ഓഫും അതിനെ പറ്റിയുള്ള കൺട്രോളിങ്ങും എല്ലാം ഈ ബുക്കിൽ അടങ്ങിയിട്ടുണ്ട്. പാക്കിംഗ് ഒക്കെ വളരെ തെറ്റില്ലാത്ത രീതിയിലാണ് പാക്കിംഗ് ചെയ്തിരുന്നത്. നമുക്ക് ആ ഫസ്റ്റ് ലെയറൊക്കെ ഒന്ന് ഊരിയ ശേഷം ഡ്രോൺ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ ഒരു പാക്കേജിൽ വരുന്നതാണ് ഈ മൊബൈൽ ഹോൾഡർ. നമ്മൾ സാധാരണ എല്ലാ ഡ്രോണുകൾക്കും ആ ഡ്രോണിൻ്റെ റിമോട്ട് കൺട്രോൾ തന്നെ മൊബൈൽ ഹോൾഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരാറുണ്ട്. പക്ഷേ ഇതൊരു ചെറിയൊരു മിനി ഡ്രോൺ ആയതുകൊണ്ട് തന്നെ ആ ഒരു ഫെസിലിറ്റി ഇതിൽ വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഡ്രോണിൻ്റെ റിമോട്ട് കൺട്രോളിൽ നമുക്ക് അഡീഷണലി ഈ സാധനം സ്ക്രൂ വഴി നമുക്കത് ഫിറ്റിംഗ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. USB കേബിൾ എന്ന് പറഞ്ഞാൽ ഇതാണ് അതിൻ്റെ USB ചാർജിങ് പോർട്ട് വരുന്നത്. ഒരു ചെറിയൊരു പോർട്ടാണ്, വളരെ കുഞ്ഞു പോർട്ടാണ്. അവർ നമ്മുടെ മൊബൈലിൻ്റെ ചാർജിങ്ങിലൊക്കെ കൊടുത്ത് നമുക്ക് ചാർജിങ് ചെയ്യാം. ആകെ 10-15 മിനിറ്റ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡ്രോണിൽ ചാർജ് ഫുള്ളായിട്ടുണ്ടാവും. അതിന് പുറമെ ഇതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് 4 പ്രോപ്പല്ലർ വരുന്നുണ്ട്. എൻകേസ് നമ്മുടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പ്രോപ്പല്ലർ മിസ്സാവുകയാണെങ്കിൽ ഇത് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന പ്രോപ്പല്ലേഴ്സാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രോണ്. ഇങ്ങനെയാണ് ഒരു വാച്ച് ടൈപ്പിലാണ് ഡ്രോൺ വരുന്നത്. ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു വലിയൊരു വാച്ച്, നമ്മുടെ കയ്യിൽ നമുക്ക് കെട്ടാൻ പറ്റുന്ന ഒരു സ്ട്രാപ്പും കാര്യങ്ങളും ഒക്കെ ഉള്ള ശരിക്കും ഒരു വാച്ച് പോലെ തന്നെയാണ് ഇതിൻ്റെ ഡ്രോൺ വരുന്നത്. അതിന് പുറമെ ഇതിൽ വരുന്നതാണ് ഒരു സ്ക്രൂ ഡ്രൈവർ. കാരണം ഇതിൻ്റെ ചാർജിങ് ചെയ്യുന്ന റിമോട്ട് കൺട്രോളിൽ 2 പെൻസിൽ ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്ക്രൂ ഓപ്പൺ ചെയ്തതിനു ശേഷമാണ് അത് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അതും ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇത് മാറ്റി വെക്കാം. അതിനുശേഷം നമ്മൾ ഡ്രോൺ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ ഡ്രോണിൻ്റെ ഏറ്റവും മുകളിലത്തെ ടോപ്പാണിത്. ഈ ടോപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ടോപ്പ് ഊരി കഴിഞ്ഞാൽ നമുക്ക് ഈ ഡ്രോൺ സെപ്പറേറ്റ് ഇതുപോലെയാണ് വരിക. കുഞ്ഞു ഡ്രോണാണ്, വളരെ കുഞ്ഞു ഡ്രോണാണ്. അതിനുശേഷം നമ്മളിത് മാറ്റിയതിന് ശേഷം ഇതിൻ്റെ കൺട്രോളിങ് ഓപ്ഷൻ നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഓൾറെഡി ഞാൻ ബാറ്ററി ഇട്ട് വെച്ചിട്ടുണ്ട്, 2 പെൻസിൽ ടൈപ്പ് ബാറ്ററി. ഇവിടെയാണ് ആ സ്ക്രൂ കഴിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ടുള്ള സ്ക്രൂ ഡ്രൈവർ നമ്മൾ നേരത്തെ കാണിച്ചു തന്നത്. അപ്പോൾ നമ്മളിത് ഓപ്പൺ ചെയ്ത് കാണിക്കാം. 2 ബാറ്ററി ഇട്ടിട്ടുണ്ട്. ചെറിയ 2 പെൻസിൽ ബാറ്ററിയാണ് ഇതിൽ ആവശ്യമുള്ളത്. അതിനുശേഷം നമ്മുടെ പവർ ബട്ടൺ ഓൺ ചെയ്യാം. ഇതാണ് പവർ ബട്ടൺ വരുന്നത്. പവർ ബട്ടൺ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇൻ്റർഫേസ് കാണിക്കും, ഡിസ്പ്ലേ. പവർ ഓൺ ആക്കി കഴിഞ്ഞാൽ ഈ റിമോട്ടിലുള്ള ലൈറ്റ് എന്താ ബ്ലിങ്കിങ് ചെയ്യുന്നത് വെച്ചാൽ ഡ്രോൺ ഇതുവരെ നമ്മുടെ റിമോട്ടുമായിട്ട് കണക്റ്റിങ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഡ്രോൺ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ കാണുന്ന ലൈറ്റ് സോളിഡ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ അൺഫോൾഡ് ചെയ്യുക. ഇപ്പോൾ ഒരു കുഞ്ഞു ഡ്രോണിൻ്റെ ഫീലിംഗ് വിട്ട് ഒരു മീഡിയം ഡ്രോണായി മാറിയില്ലേ. അപ്പോൾ ഇത് കംപ്ലീറ്റ് അൺഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പവർ ബട്ടൺ വരുന്നത്. ഈ കാണുന്ന ഒരു കുഞ്ഞു പവർ ബട്ടൺ, ഇതാണ് പവർ ബട്ടൺ വരുന്നത്. ഇതാണ് നമ്മുടെ USB ചാർജ്. നമ്മൾ നേരത്തെ കാണിച്ച ചാർജ് ഇത് പ്ലഗ് ചെയ്തതിനു ശേഷമാണ് ചാർജിങ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇതാണ് 3 മെഗാ പിക്സലിൻ്റെ ഒരു കുഞ്ഞു ക്യാമറ.
ഇൻഡോറിലൊക്കെ നമുക്കിത് നല്ല ഫ്ലിപ്പൊക്കെ ചെയ്ത് നല്ലൊരു എൻ്റർടൈൻമെൻറ്റായി കളിക്കുന്ന കുട്ടികളൊക്കെ നല്ലൊരു എൻ്റർടൈൻമെൻറ്റായി കളിക്കുന്ന ഒരു സാധനമാണ്. ഇതാണ് ഇതിൻ്റെ ബാറ്ററി വരുന്നത്. ബാറ്ററി ഒരു കുഞ്ഞ് ബാറ്ററിയാണ്, പക്ഷേ ഒരു മാക്സിമം ഒരു 20 മിനിറ്റൊക്കെ നമുക്ക് ഇത് നമുക്ക് പ്ലേ ചെയ്യാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ റിമോട്ട് നമ്മൾ പരിചയപ്പെടുത്താം. ഇത് ഓണാക്കി കഴിഞ്ഞാൽ മാത്രമേ ഈ ബ്ലിങ്കിങ് നിൽക്കുള്ളൂ. ഓണായി കഴിഞ്ഞാൽ 2 സൈഡിൽ കണ്ടില്ലേ, ഡ്രോണിൻ്റെ 2 സൈഡിൽ റെഡ് ലൈറ്റും ഈ മുകൾ ഭാഗത്ത് ബ്ലൂ ലൈറ്റുമാണ് കത്തുക. അത് കണക്റ്റ് ആയി കഴിഞ്ഞാൽ ഈ ബ്ലിങ്കിങ് സ്റ്റോപ്പ് ആവും. ഇത് നൈറ്റിലാണ് ഇതിൻ്റെ യഥാർത്ഥ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുക. അങ്ങനെ നമ്മൾ ഡ്രോണൊന്ന് നമുക്ക് ചെയ്യാം. അതിനുള്ള ആദ്യം നമുക്ക് ഇതിൻ്റെ ഫങ്ഷൻ ഒന്ന് പഠിച്ചു വെക്കാം. ഈ ഡ്രോണിൽ മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളത് ഈ ഒരു ബട്ടനാണ്. ഈ ബട്ടൻ്റെ പ്രത്യേകത എന്നാൽ ഇതാണ് നമ്മുടെ ഈ ഡ്രോണിൻ്റെ, ഇപ്പോൾ ഡ്രോൺ ഫ്ലൈ ചെയ്യുന്ന സമയത്ത്, ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് ഡ്രോൺ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഈ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ ഡ്രോൺ ഇതിനനുസരിച്ച് താഴോട്ട് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ ഡ്രോൺ തന്നെ ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യും. മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ ഡ്രോൺ ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യും. പിന്നൊരു കാര്യം ശ്രദ്ധിക്കാനുള്ള മെയിൻ ബട്ടൺ വരുന്നത് ഈ ഒരു സ്റ്റിക്കാണ്. ഈ സ്റ്റിക്കാണ് നമ്മൾ ഡ്രോണിനെ ഉയർത്താൻ, അതായത് സഡൻലി ആയിട്ട് പൊക്കാൻ, ഇതൊരു പൊക്കി കഴിഞ്ഞാൽ ഡ്രോണ് എവിടെയും പോയി തട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കാണിച്ചു തരാം. ഇതുപോലെ നോർമലായിട്ട് ഉപയോഗിക്കുക. റിവ്യൂ ചെയ്യുന്ന കാരണം കൊണ്ട് മാത്രമാണ് റൂമിൽ നിന്നൊന്നൊരു ടെസ്റ്റ് ചെയ്തത്. പക്ഷേ ആ ടെസ്റ്റ് ഇതുപോലെ എവിടെയൊക്കെ തട്ടി അതിൻ്റെ പ്രോപ്പലറൊക്കെ തെറിച്ച് പോകാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പുറത്തൊന്ന് പോയിട്ട് നല്ലൊരു സ്പേസ് നോക്കിയിട്ട് കുറച്ച് വീഡിയോസ് എടുക്കാൻ നോക്കാം. സാധാരണ ഡ്രോണുകൾക്കൊക്കെ നമുക്ക് മെമ്മറി കാർഡ് ഉപയോഗിച്ചിട്ട് റെക്കോർഡിംഗ് ചെയ്യാം. പക്ഷേ ഈ ഒരു ഡ്രോണിൽ റെക്കോർഡിംഗ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തതിനു ശേഷം മൊബൈലിൽ ഈ ഡ്രോണിൻ്റെ വൈഫൈ കണക്റ്റിംഗ് ചെയ്തതിനു ശേഷം മൊബൈലിൽ ഇതിൻ്റെ റെക്കോർഡിംഗ് നമുക്ക് ചെയ്യാം. അതുകൊണ്ട് തന്നെ 3 മെഗാ പിക്സൽ ആയതുകൊണ്ട് അതിൻ്റെ റെസൊല്യൂഷൻ ഒരിക്കലും നമുക്ക് ഇന്നത്തെ കാലത്തുള്ള വീഡിയോക്ക് ഒരിക്കലും ഷൂട്ടബിൾ അല്ല. അത് ഇതിൽ വലിയൊരു പോരായ്മ തന്നെയാണ്. സോ ഫ്രണ്ട്സ്, ഈ ഡ്രോൺ ഞാൻ ഉപയോഗിച്ചതിന് ശേഷം എനിക്കുണ്ടായ അനുഭവങ്ങൾ എന്തെന്ന് വെച്ചാൽ, സാധാരണ വലിയ ഡ്രോണുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിന് സെൻസർ ക്വാളിറ്റിയും അതിൻ്റെതായിട്ടുള്ള പെർഫോമൻസും കാഴ്ചവെക്കും. ഈ ഡ്രോണിൻ്റെ പ്രോബ്ലം എന്തെന്ന് വെച്ചാൽ ഇതിന് സെൻസർ ക്വാളിറ്റി തീരെ ഇല്ല എന്ന് തന്നെ പറയാം. അത് മാത്രമേ എനിക്കിതിൽ തോന്നിയത്. കാരണം നമ്മൾ ഡ്രോണ് ഫ്ലൈ ചെയ്യാൻ നോക്കുമ്പോൾ ഒരിക്കലും അത് നമ്മുടെ കൺട്രോൾ, അതായത് ഈ മെയിനായിട്ട് ഇതുപോലത്തെ ഔട്ട്ഡോർ സ്ഥലത്ത് ഡെസേർട്ട് ഏരിയയിലൊന്നും കാറ്റ് നല്ല ഉള്ള കാരണം കൊണ്ട് ഡ്രോണിൻ്റെ ദിശ ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. ആ ഒരു പോരായ്മ ഈ ഒരു ഡ്രോണിന് നല്ലുണ്ട്. ബാക്കി ഒഴിച്ച് ഇൻഡോറിലൊക്കെ ഫ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരു നോർമൽ ബാലൻസിങ് നമുക്ക് നടത്താം. പിന്നെ ഇതൊരു പ്രൊഫഷണൽ ക്യാമറ അല്ലാത്തത് കൊണ്ട് തന്നെ ഒരു ലോ ബഡ്ജറ്റ്, ഇത് UAE നിന്നും കരസ്ഥമാക്കാൻ പറ്റുന്നത് ഏകദേശം 100 ദിറംസ് ആണ്. കാരണം ഇതിപ്പോൾ ഇറങ്ങിയിട്ട് 2 വർഷത്തോളമായി. അപ്പോൾ ഈ ഒരു റേഞ്ചിൽ ഇപ്പോൾ ഇത് മാർക്കറ്റിൽ കിട്ടും. അപ്പോൾ അതിൻ്റെ റിവ്യൂ ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗപ്പെട്ടു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ ലഭിക്കുന്നതാണ്. സോ ഫ്രണ്ട്സ്, ഇനിയും നല്ല നല്ല വീഡിയോയുമായി ഞാൻ വരാം. ഞാൻ ഷിഹാബ്. ഓക്കെ, ബൈ, സീ യു ഒരു പുതിയ വീഡിയോയുമായി.